ഹായ് ഓൾ, ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു പുതിയ നോട്ടിഫിക്കേഷന്റെ വിവരമായിട്ടാണ് വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ഹിന്ദു വിദ്യാർത്ഥികൾക്ക്, അതായത് ദേവസ്വം ബോർഡിന്റെ റിക്രൂട്ട്മെന്റ് വന്നിട്ടുണ്ട്. അതിൽ ഹിന്ദു സമുദായത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് മാത്രം അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു ടെക്നിക്കൽ പോസ്റ്റ് വന്നിട്ടുണ്ട്. അത് കൊച്ചിൻ ദേവസ്വം ബോർഡിലേക്കാണ്. കൊച്ചിൻ ദേവസ്വം ബോർഡിലേക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ എന്ന പോസ്റ്റിലേക്കാണ് ഇപ്പോൾ നിയമനം വിളിച്ചിരിക്കുന്നത്. നിലവിൽ ഒരു വേക്കൻസിയാണുള്ളത്. അതിലേക്ക് നിർദ്ദിഷ്ട യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷന്റെ വിശദ വിവരങ്ങളിലേക്ക് കടക്കാം. ആദ്യമായിട്ട് ഈ ഒരു നോട്ടിഫിക്കേഷന്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 68/2025 എന്ന നമ്പറിലാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിനെ പറ്റിയും ഈ നോട്ടിഫിക്കേഷനെ പറ്റിയും കൂടുതൽ അറിയണമെങ്കിൽ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് എന്ന് പറയുന്ന സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് അത് കാണാൻ കഴിയും. അതിൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് നേരിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യേണ്ട കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റഗറി നമ്പർ 68/2025 എന്ന നമ്പറാണ്. ഈ ഒരു പോസ്റ്റിന്റെ പേര് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ എന്നുള്ളതാണ്. കൊച്ചിൻ ദേവസ്വം ബോർഡിലേക്കാണ് നിങ്ങളെ നിയമിക്കുന്നത്. ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിക്കപ്പെടുമ്പോൾ ഇതിന്റെ പേ ഓഫ് സ്കെയിൽ 55,200 രൂപ മുതൽ 1,15,300 രൂപ വരെ കിട്ടുന്ന അത്യാവശ്യം നല്ല പേ സ്കെയിലുള്ള ഒരു തസ്തികയാണ്. ഇതിന്റെ യോഗ്യതകൾ, ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യതകൾ എന്ന് പറഞ്ഞാൽ അംഗീകൃതമായിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ നേടിയിട്ടുള്ള ഒരു എഞ്ചിനീയറിംഗ് ബിരുദമാണ്. അതായത് BE അല്ലെങ്കിൽ BTech നിങ്ങൾ റെഗുലറായിട്ട് നേടിയിട്ടുള്ളതായിരിക്കണം. ഇത് ഏതെങ്കിലും അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നേടിയിട്ടുള്ളതായിരിക്കണം എന്നതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ നിലവിൽ ഒരു പോസ്റ്റുകൾ മാത്രമാണ് ഈ ഒരു പോസ്റ്റിലേക്കുള്ളത്. ഇത് പ്രകാരം നിങ്ങൾക്കൊരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുകയും ഇനി വരുന്ന കാലയളവിൽ, നിലവിൽ ഒരു വേക്കൻസിയാണ്, ഇനി വരുന്ന കാലയളവിൽ 1 വർഷം മുതൽ 3 വർഷം വരെയുള്ള പീരീഡ് ഓഫ് ടൈമിൽ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്നാണ് ആളിനെ എടുക്കുന്നത്. മാത്രമല്ല, ഈ നോട്ടിഫിക്കേഷനിൽ എടുത്തൊരു കാര്യം പറയുന്നുണ്ട്. 3ാമത്തെ വർഷം പുതിയ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാത്ത പക്ഷം ഈ റാങ്ക് ലിസ്റ്റിന് വാലിഡിറ്റി ഉണ്ടാകുമെന്ന് കൂടി ഒരു നോട്ടിഫിക്കേഷൻ പറയുന്നുണ്ട്. അതായത് ഒരു വലിയ കാലത്തേക്കുള്ള ഒരു റാങ്ക് ലിസ്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു കാരണവശാലും അപേക്ഷിക്കുകയും എഴുതാതെ ഇരിക്കരുത്. കാരണം ഹിന്ദു കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവർക്ക് മാത്രമാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനിയും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി എന്ന് പറഞ്ഞാൽ 21 വയസ്സ് മുതൽ 40 വയസ്സ് വരെയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുവാനുള്ള പ്രായപരിധി. അതായത് 1/1/2004 2/1/1985 ഇടയിൽ ജനിച്ചവർക്ക് മാത്രമേ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ. ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നതിന് എക്സാം ഫീ ഉണ്ട്. അതായത് ജനറൽ കമ്മ്യൂണിറ്റിക്കും OBC കമ്മ്യൂണിറ്റിക്കും EWS കമ്മ്യൂണിറ്റിക്കും 780 രൂപയും SC/ST വിഭാഗങ്ങൾക്ക് 300 രൂപയുമാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുവാനുള്ള ഫീ ആയിട്ട് പറയുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ ഒരു പോസ്റ്റിന് ഫീ ഉണ്ട്. അതിൽ ജനറൽ കമ്മ്യൂണിറ്റിക്കും ഒപ്പം തന്നെ OBC EWS മുതലായ വിഭാഗങ്ങൾക്കും 780 രൂപ ഫീ അടയ്ക്കാൻ ബാധ്യസ്ഥരാണ്. SC/ST കമ്മ്യൂണിറ്റിക്ക് എന്നാൽ അത് 300 രൂപ മാത്രമേ ഇതിനുള്ളൂ. ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ തന്നെ നിങ്ങൾക്ക് സംവരണം ലഭിക്കുന്നവരാണെങ്കിൽ ഈ സംവരണവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഡോക്യുമെന്റ്സും നിങ്ങൾ കരസ്ഥമാക്കേണ്ടതാണ്. EWS, OBC ഒപ്പം തന്നെ SC/ST മുതലായ എല്ലാ സർട്ടിഫിക്കറ്റിന്റെയും കോപ്പികൾ, അതായത് നിങ്ങൾ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യണം. ഈ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നിങ്ങൾ കളക്ട് ചെയ്യേണ്ടത് വില്ലേജ് ഓഫീസിൽ നിന്നുമാണ്. ഇനിയും അപേക്ഷ അയക്കേണ്ട വിധമാണ്. അപേക്ഷ അയക്കേണ്ടത് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് എന്ന് പറയുന്ന ഒരു റിക്രൂട്ട്മെന്റ് ബോർഡ് ഉണ്ട്. അതിൽ കയറി നിങ്ങൾ PSCയിൽ ജനറേറ്റ് ചെയ്യുന്ന പോലെ ഒരു 1 ടൈം രജിസ്ട്രേഷൻ നിങ്ങൾ നടത്തി ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഈ ഒരു അക്കൗണ്ട് കയറി നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷന്റെ വിശദ വിവരങ്ങളും കളക്ട് ചെയ്യാവുന്നതാണ്. അത് പ്രകാരമാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. ഈ ഒരു ഫോർമാറ്റിൽ മാത്രമാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്നത്. ഓൺലൈൻ ഫോർമാറ്റിൽ മാത്രമേ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ എല്ലാവരും അപേക്ഷിക്കുമെന്ന് കരുതുന്നു. എല്ലാവരും കൃത്യമായി പഠിച്ച് തന്നെ ഈ പരീക്ഷയെ അപ്രോച്ച് ചെയ്യുക. കിട്ടാവുന്ന വെച്ച് നല്ലൊരു തസ്തികയാണ്. നിങ്ങൾ എല്ലാവരും എഴുതി ക്ലിയർ ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എന്ന് പറയുന്ന ഒരു പോസ്റ്റിന്റെ കോച്ചിങ് നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ സക്സസ്ഫുൾ ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദധാരിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു കരിയറാണ് അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എന്ന് പറയുന്ന ഇൻസ്പെക്ടറേറ്റിലേക്കുള്ള ഈ പോസ്റ്റ്. ഈ ഒരു പോസ്റ്റിലേക്ക് നമ്മൾ വളരെ കൃത്യമായ രീതിയിൽ തന്നെ ക്ലാസ്സുകളുമായി മുമ്പോട്ട് പോവുകയാണ്. എക്സാം വളരെ പെട്ടെന്ന് എത്തും. അപ്പോൾ എല്ലാവരും കൃത്യമായി പഠിക്കുന്നുണ്ടെന്ന് കരുതുന്നു. ഏണസ്റ്റ് അക്കാഡമിയുടെ ക്ലാസ്സുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓൺലൈൻ ക്ലാസ്സുകളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലോകത്തിന്റെ ഏത് കോണിലിരുന്നും പഠിക്കാൻ കഴിയുന്നതാണ്. മാത്രവുമല്ല, നമ്മുടെ ക്ലാസ്സുകളുടെ പ്രത്യേകതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പേഴ്സണലൈസ്ഡ് മെന്റർഷിപ്പ് സപ്പോർട്ട്, ഒപ്പം തന്നെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി തുടങ്ങിയ നിരവധി ഫീച്ചേഴ്സ് ഈ കോഴ്സിനുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൃത്യമായി തന്നെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താനും ഒപ്പം തന്നെ ഈ ഒരു ജോലി കരസ്ഥമാക്കാനും കഴിയും. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് ഈ ഒരു കോഴ്സിന് ചേർന്ന് നിങ്ങളുടെ പഠനം മുമ്പോട്ട് കൊണ്ടുപോകുക. എല്ലാവർക്കും ഒരു സർക്കാർ ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.